സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിനെ ദിയാദനം നൽകി മോചിപ്പിക്കാനുള്ള കരാർ ഒപ്പുവെച്ചു. ഇത് റിയാദ് ഗവർണർ പ്രിൻസ് ഫൈസൽ ബിൻ ബന്ദർ സാക്ഷ്യപ്പെടുത്തി. കരാറും 15 മില്യൺ റിയാലിന്റെ ചെക്കും കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തു. മോചനത്തിനുള്ള അവസാന നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഈദ് അവധി കഴിഞ്ഞ് കേസ് റിയാദ് ക്രിമിനൽ കോടതി പരിഗണിക്കും. മരിച്ച ബാലൻ അനസ് അൽ ഷഹരിയുടെ കുടുംബ അഭിഭാഷകൻ മുബാറക് കഹ്താനി, അബ്ദുൾ റഹീമിന് വേണ്ടി സഹായ സമിതി ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ ഉസാമ അബ്ദുൽ ലത്തീഫ് അൽ അംബർ, റഹീമിന്റെ കുടുംബം പ്രതിനിധിയായി അധികാരപത്രം നൽകിയ സാമൂഹിക പ്രവർത്തകൻ സിദ്ദീഖ് തൂവൂർ എന്നിവർ ജൂൺ 3 ഗവർണറേറ്റിലെ അനുരഞ്ജന സമിതി ഓഫീസിൽ കരാർ ഒപ്പുവെച്ചിരുന്നു. പ്രസ്തുത കരാറാണ് ഗവർണർ സാക്ഷ്യപ്പെടുത്തി ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചത്. ഇന്ത്യൻ എംബസി ഗവർണറേറ്റിൽ സമർപ്പിച്ച 1.5 കോടി സൗദി റിയാലിന്റെ ചെക്കും അനുരഞ്ജന കരാറും കോടതിയിൽ സമർപ്പിച്ചതായി സിദ്ദീഖ് തൂവൂർ പറഞ്ഞു. ഈദ് അവധി കഴിഞ്ഞ് കേസ് പരിഗണിക്കുന്ന ദിവസം ഇരുവിഭാഗം അഭിഭാഷകരും ഹാജരാകാൻ കോടതി ആവശ്യപ്പെടും. വധശിക്ഷ റദ്ദ് ചെയ്യുന്ന വിധി അന്നുണ്ടാകും. അന്ന് തന്നെ മോചന ഉത്തരവും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കേസ് നടപടികളും പുരോഗതിയും ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. അതിനിടെ ബത്ഹ ഡി പാലസിൽ സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. ചെയർമാൻ CP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. കോടതി നടപടികൾ സിദ്ദീഖ് തൂവൂർ, സമിതി വൈസ് ചെയർമാൻ മുനീബ് പാഴൂർ എന്നിവർ വിശദീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ട്രഷറർ സെബിൻ ഇക്ബാൽ അവതരിപ്പിച്ചു. ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ സ്വാഗതം പറഞ്ഞു. കോർഡിനേറ്റർ ഹർഷദ് ഫാറൂഖ്, കുഞ്ഞോയ് കോടമ്പുഴ, മൊഹീദ്ദീൻ ചേവായൂർ, ഷമീം മുക്കം, നവാസ് വെള്ളിമാട് കുന്ന്, സുധീർ കുമ്മിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സൗദി ടൈംസ്, റിയാദ്.